ക്ഷേത്ര വഴിപാടുകളുടെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം അക്കൗണ്ട് ഓഫീസ് മേധാവിയും ശബരിമല ദേവസ്വം മെയിൻ സ്റ്റോർ മുൻ സൂപ്രണ്ടുമായിരുന്ന എസ് മനുവിനെതിരെ ഗുരുതര ക്രമക്കേടാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. അഷ്ടാഭിഷേകത്തിന് അളവിൽ കൂടുതൽ സാധനം വാങ്ങിയ ഇനത്തിൽ 10 ലക്ഷത്തിലധികം രൂപ നഷ്ടമുണ്ടാക്കിയെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. ജനം ബ്രേക്കിംഗ്. 2017 മുതൽ 2020 വരെ ശബരിമലയിലെ മെയിൻ സ്റ്റോറിൽ നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് 2021 ഫെബ്രുവരി മാസമാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. ഇക്കാലയളവിൽ ശബരിമലയിലെ മെയിൻ സ്റ്റോർ ചുമതല വഹിച്ചത് എസ് മനുവാണ്. ഈ സമയങ്ങളിൽ നടത്തിയ ക്രമക്കേടുകളാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. അന്വേഷണ റിപ്പോർട്ട് ബോർഡിന് നൽകി. അഷ്ടാഭിഷേകം നടത്തുന്നതിന് വേണ്ട അളവിന്റെ ഇരട്ടിയിലധികം സാധനങ്ങൾ വാങ്ങിയെന്നും ഇതുവഴി 4,97,715 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയെന്നും വാങ്ങിയതിന്റെയോ വിൽപ്പന നടത്തിയതിന്റെയോ തെളിവോ രസീതോ ഇല്ല എന്നും കണ്ടെത്തി. ഭക്തരെയും മനു കബളിപ്പിച്ചതായി തെളിവുണ്ട്. അഷ്ടാഭിഷേകത്തിന് കദളിപ്പഴത്തിന് പകരം പൂവൻ പഴം ഉപയോഗിച്ചതായും കണ്ടെത്തി. ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ശബരിമല മെയിൻ സ്റ്റോർ സൂപ്രണ്ടും തമ്മിൽ പരസ്പര ധാരണ ഉണ്ടായതിനും തെളിവുണ്ട്. ഈ ധാരണയിലാണ് ക്രമക്കേടുകൾ മുഴുവൻ നടന്നത്. ശബരിമല മെയിൻ സ്റ്റോറിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവർക്കും ദിവസവേതനക്കാർക്കും ക്രമക്കേടിൽ പങ്കുണ്ടെന്നും ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. സ്റ്റോറിൽ നടന്നത് വ്യാജ വാങ്ങലുകളാണെന്നും സാധനങ്ങൾ വാങ്ങുന്ന പുറത്തെ കടകൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നും കണ്ടെത്തലുണ്ട്. അരവണ പ്ലാന്റിൽ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ ഓപ്പൺ ലിഡ്, കാർട്ടൺ ബോക്സ്, പേപ്പർ കണ്ടെയ്നർ എന്നിവ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ കണ്ടെത്തി. പർച്ചേസുകൾ വ്യാജമാണെന്നും കണ്ടെത്തലുണ്ട്. എസ് മനുവിന്റെ കാലത്തും ഇതിനു മുൻപും നടന്ന കരാറുകളും പർച്ചേസുകളും അന്വേഷണ പരിധിയിൽ വരണമെന്നും നിർദ്ദേശമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നതിനാൽ ആഭ്യന്തര വകുപ്പിന് കീഴിലെ വിജിലൻസിനെ വെച്ച് അന്വേഷണം വേണമെന്ന നിർദ്ദേശവും ദേവസ്വം വിജിലൻസ് ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നിട്ടും മുൻ ഭരണസമിതിയുടെ കാലം വരെ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ജനം, തിരുവനന്തപുരം.